ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ട് നല്ലൊരു ഉള്ളിത്തീയൽ തയ്യാറാക്കാം. ഈ ഒരു കറി മാത്രം മതിയാകും ഒരു പ്ലേറ്റ് നിറയെ ചോറുണ്ണാനായിട്ടും. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ കൊച്ചുള്ളി കഴുകി വൃത്തിയാക്കി തോലെല്ലാം പൊളിച്ചു വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ഈ കറിയുടെ അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും 1/4 ടീസ്പൂൺ അളവില് കുരുമുളക്, ഒരു നുള്ളുലുവ, ഒരു നുള്ളു നല്ല ജീരകം, 1/2 മുറി നാളികേരം തിരുമിയതും, 2 തണ്ട് കറിവേപ്പിലയും 3 കൊച്ചുള്ളിയും കൂടി ചേർത്ത് നല്ല മുരിയിച്ച് വറുത്തെടുക്കാം. നാളികേരം നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിന്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും 3 സ്പൂൺ അളവില് മല്ലിപ്പൊടിയും, 1 സ്പൂൺ എരിവെള്ള മുളക് പൊടിയും, 1/4 ടീസ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് പൊടികൾ മൂപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഒന്ന് അരച്ചുകൂടി എടുക്കണം. അതിനുശേഷം ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ കടുകും കറിവേപ്പിലയും പച്ചമുളകും ചേർക്കാം. കൂടെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടി ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉള്ളി നല്ലതുപോലെ മുരിഞ്ഞു വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. പുളിവെള്ളം കൂടി ചേർന്ന് നല്ലതുപോലെ ഉള്ളി വെന്ത് പാകമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വറുത്തെടുത്തിട്ടുള്ള അരപ്പ് കൂടി ചേർക്കാം. അരപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൂടെ കൊടുക്കാം. കറി നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കറിയുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ക്രമീകരിക്കുന്നതിനായിട്ട് ഒരു കഷ്ണം ശർക്കര ചേർക്കാം. ശർക്കരയും കൂടി ചേർന്ന് കറി നന്നായിട്ട് വെട്ടി തിളച്ചു കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ ഉള്ളിത്തീയൽ ഇവിടെ റെഡിയാണ്. ഒന്നും കൂടി രുചി കൂട്ടുന്നതിനായിട്ട് ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർക്കുവാണെങ്കിൽ വളരെ സ്വാദേറിയ ഉള്ളിത്തീയൽ ഇവിടെ റെഡിയാണ്.